Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ ഇന്നുകൊണ്ടിരിക്കുന്ന റെസിപ്പി ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഐസ്ക്രീം തയ്യാറാക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റാണ് ഞാനത് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം ഡബിൾ ആയിട്ട് വരും. ദെൻ നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് തന്നെയാണ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടാണ് ഐസ്ക്രീം വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ വെക്കുക. വാനില ആണെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ വാനില ഐസ്ക്രീം ആകും. ഇതിപ്പോൾ ഞാൻ 2 എസൻസ് ആണ്, ഒന്ന് സ്ട്രോബെറിയുടെ ഒന്ന് ഞാൻ പിസ്ത ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് 2 ടിന്നിലായിട്ട് മാറ്റാം. ഞാൻ 2 ഫ്ലേവർ ഉണ്ടാക്കുന്നതാണ് 2 ബൗളിലേക്ക് മാറ്റുന്നത്. ഇനി നമ്മൾ ഒന്നിലേക്ക് ചേർക്കുന്നത് സ്ട്രോബെറി മിക്സ് ആണ്, മറ്റേതിലേക്ക് ചേർക്കുന്നത് പിസ്ത ഇലാച്ചി മിക്സ് ആണ്. അപ്പം ഞാൻ 2 ഡ്രോപ്പ് ഇതാണ് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിതുപോലെ തന്നെ മാംഗോ മിക്സ്, അതുപോലെ ചോക്ലേറ്റിൻ്റെത് അങ്ങനെയെല്ലാം കടയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടാണ് വേണ്ടെങ്കിൽ സ്ട്രോബെറി ഒന്ന് വേവിച്ചൊന്ന് പ്യൂരി ആക്കുക അങ്ങനെ. അല്ലെങ്കിൽ മാംഗോ വേണ്ടെങ്കിൽ മാംഗോ മിക്സിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാംഗോ ഐസ്ക്രീം ആവും. അപ്പം അത് നാച്ചുറൽ രീതിയാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന എസൻസ് ആണ്. ചൂട് കാലത്ത് നല്ല തണുത്ത ഐസ്ക്രീം അടിപൊളിയാണല്ലേ. അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്ന ടിന്നിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എയർ ടൈറ്റുള്ള ടിന്ന് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കിതൊരു ഞാനിത് 24 മണിക്കൂറാണ് ഫ്രീസറിൽ വെക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 7 മണിക്കൂറെങ്കിലും വെച്ചാലാണ് നമ്മുടെ ഇതൊന്ന് കറക്റ്റ് സെറ്റായിട്ടൊന്ന് കിട്ടുക. അപ്പം ഞാനിതൊരു 24 hours വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മനസ്സിലാവുമല്ലോ, അടിപൊളി ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ആ സ്കൂപ്പിയും നമ്മൾ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ടെക്സ്ചറാണ് നമ്മുടെ ഐസ്ക്രീമിന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐസ്ക്രീം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വെളിയിൽ പോകുമ്പോൾ ഒരിക്കലും ഐസ്ക്രീമിനായിട്ട് വാശി പിടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഈ ഐസ്ക്രീം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അതുപോലെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് പോലും ചെയ്തിട്ടില്ല, കണ്ടല്ലോ. അപ്പോൾ സിമ്പിളാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീടുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.